അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ കുടുംബത്തെ, പിതൃഭവനത്തെ വിട്ട് എന്നെ അനുഗമിപ്പീൻ. നിങ്ങളൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. താൻ തൻ്റെ പിതൃഗ്രഹത്തിൽ നിന്ന് അവർ ചോദിക്കുകയാണ്, അബ്രഹാം നീ എങ്ങോട്ട് പോവാ? ഒരു പിടുത്തവും ഇല്ല. നിന്നെ വിളിച്ചത് ആരാ? അതും അറിയത്തില്ല. പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നുമില്ല. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ ആ വിശുദ്ധിക്കായുള്ള വിളിയിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ പറ്റത്തില്ല. പത്രോസിനെ ദൈവം വിളിക്കുമ്പോൾ, തൻ്റെ വലയും കപ്പലും വിട്ടുപോകുമ്പോൾ പത്രോസിനോട് ചോദിക്കാം, യേശു വിളിച്ചെന്നല്ലേ ഉള്ളൂ, പോയിട്ടെങ്കിൽ പോരെ. അതാ നമുക്കിഷ്ടം. കാരണം യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നല്ല സ്വഭാവമാണ്. പിന്നെ അങ്ങ് ഒരുപാട് യേശുവിൻ്റെ അടുത്തോട്ട് പോകണ്ട അല്ലേ. നമ്മൾ അതിനാ ചിലവ് പറയാൻ, അവനെ ആത്മീയത നല്ലതാ, കൂടുതൽ ആത്മീയത വേണ്ട. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയത എവിടം വരെയാണ് ശരി? നമ്മുടെ വീട്ടിൽ അവൻ നന്നായിരിക്കണം. കണ്ടോ, കൂടുതൽ ആത്മീയത എപ്പോഴാണ് പ്രശ്നം എന്നറിയാമോ? ഇവൻ എന്തോ ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. ദൈവമാണെന്നാണ് ഇവൻ പറയുന്നത്. ദൈവങ്ങളെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ നീതിയിൽ നിന്ന് വിശുദ്ധിയിലോട്ടാണ് ഇത് വിടുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ലോകത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനെന്തോ ആണെന്ന് വരച്ച് കാണിക്കുവല്ല. എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിനെ വരച്ച് കാണിക്കണം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പോഴും മനസ്സിലാകാത്തപ്പോഴും എൻ്റെ യേശു എന്നോട് എന്തു പറയുന്നോ അത് മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ.